നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ +1 ഇംഗ്ലീഷിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫൈൽ റൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നോക്കിയാലും പ്രൊഫൈൽ റൈറ്റിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 2020 നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാം മുതൽ ഒരു 2018 എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം. അതിൽ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ടോട്ടലുള്ളത്. അതിൽ 4 എണ്ണത്തിലും പ്രൊഫൈൽ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ, മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ഉള്ളൂ പ്രൊഫൈൽ റൈറ്റിംഗ് ഇല്ലാഞ്ഞത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ പ്രൊഫൈൽ റൈറ്റിംഗ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് പ്രൊഫൈൽ റൈറ്റിംഗ്. കാരണം പ്രൊഫൈലിൽ തന്നെ ഹിൻ്റ് എല്ലാം തന്നിട്ടുണ്ടാവും. ഏതൊരു വ്യക്തിയെ പറ്റിയാണോ നമ്മൾ എഴുതേണ്ടത് അവരെ പറ്റിയിട്ടുള്ള എല്ലാ ഹിൻറ്റും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. പിന്നെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ പല കുട്ടികളും അതിനെ പറ്റിയിട്ട് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. അതിൽ ആ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഇത് മാർച്ച് 2020 +1 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നിങ്ങളിപ്പോൾ എഴുതിയ ആ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ ചോദിച്ചിരിക്കുന്ന പ്രൊഫൈൽ കമല സുരയ്യയുടെ പ്രൊഫൈലാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയറ്റായിട്ടുള്ള മലയാളം ഓതറായിട്ടുള്ള കമല സുരയ്യയുടെ പ്രൊഫൈലാണ്. ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റും തന്നിട്ടുണ്ട്. പെറ്റ് നെയിം എന്താണെന്ന് തന്നിട്ടുണ്ട്. അതർ നെയിം തന്നിട്ടുണ്ട് മാധവിക്കുട്ടി. മാരീഡ് നെയിം എന്താണെന്ന് തന്നിട്ടുണ്ട് കമലാദാസ്. പിന്നെ ജനിച്ചത് എവിടെയാണെന്ന് പറയുന്നു പുന്നയൂർക്കുളം. നോട്ടബിൾ വർക്ക്സ് പറയുന്നുണ്ട് മൈ സ്റ്റോറി, സമ്മർ ഇൻ കൽക്കട്ട. അതുപോലെ അവാർഡ്സ് പറയുന്നുണ്ട് സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, മുട്ടത്തുവർക്കി അവാർഡ്, വയലാർ അവാർഡ്, ആഷാൻ വേൾഡ് പ്രൈസ്. അപ്പം ഇത്രയും പ്രൈസസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് വെച്ചിട്ട് വേണം നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നുണ്ട് പ്രൊഫൈലിൽ നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് മീൻസ് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. പിന്നെ അനാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ഇരിക്കുക. നല്ല റിലവൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. അതിനോടൊപ്പം തന്നെ ഒരു ടൈറ്റിൽ കൊടുക്കുക. ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ പറയുന്നുണ്ട് ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ടൈറ്റിൽ വെച്ചിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് എഴുതാനായിട്ടും ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ ആണ്. ഹെലൻ കെല്ലറിൻ്റെ പ്രൊഫൈൽ എഴുതാനായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം നിറയെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബർത്ത് ഡേറ്റ്, അതുപോലെ പേരൻസ്, എഡ്യൂക്കേഷൻ, ഇൻഫ്ലുവൻസ്ഡ് ബൈ ആനി സള്ളിവൻ, അവരുടെ ടീച്ചറാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. പിന്നെ ഓക്കുപ്പേഷൻ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. ബുക്സ് പറഞ്ഞിട്ടുണ്ട്. അവാർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഡെത്ത് ഡേറ്റും തന്നിട്ടുണ്ട്. അപ്പം ഹെലൻ കെല്ലറിൻ്റെ പ്രൊഫൈലാണ്. ഹെലൻ കെല്ലറിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ എഴുതാൻ പറ്റുന്നവർ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും കൂടി കുറച്ചൊക്കെ ആഡ് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതിലൊന്നും തെറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഫൈലാണ് കഴിഞ്ഞ വർഷത്തെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള പ്രൊഫൈൽ. ഇത് ആ വർഷത്തെ തന്നെ, അതായത് കഴിഞ്ഞ വർഷത്തെ തന്നെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ തന്നിരിക്കുന്നത് ECG സുദർശൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ECG സുദർശൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ബർത്ത് ഡേറ്റ് തന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, കരിയർ തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻസ് ടു സയൻസ് തന്നിട്ടുണ്ട്, അവാർഡ്സ് തന്നിട്ടുണ്ട്, മരിച്ച ഡേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇതിൽ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാർച്ച് അല്ല, ജൂലൈ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അതിൽ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. മാർച്ച് 2018 മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രൊഫൈലായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ കേസ് പറഞ്ഞു. ഇതിൽ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ഉള്ളൂ പ്രൊഫൈൽ ചോദിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മസ്റ്റായിട്ടും പ്രൊഫൈൽ എക്സ്പെക്റ്റ് ചെയ്യാം.
അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊഫൈൽ നന്നായിട്ട് പഠിച്ചു വെക്കുക. പ്രൊഫൈൽ പഠിച്ചു വെക്കുക ഇൻ ദ സെൻസ് നമുക്കൊരിക്കലും പ്രൊഫൈൽ കാണാതെ പഠിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില ക്ലൂസൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രൊഫൈലൊന്ന് എങ്ങനെ എഴുതണം, കുറച്ച് നന്നായിട്ട് എങ്ങനെ എഴുതാം, എങ്ങനെ കുറച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങൾക്ക് കൊണ്ടുവരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രൊഫൈലിൻ്റെ കേസിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ പല കൂട്ടുകാരും ചോദിക്കുന്നൊരു സംശയമാണ് പ്രൊഫൈൽ എത്ര പേജ് എഴുതണം എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ 3/4 പേജ് മുതൽ 1.5 പേജ് വരെ നിങ്ങൾക്ക് പ്രൊഫൈൽ എഴുതാം. അതിൽ കൂടണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. 3/4 പേജ് എന്തായാലും വേണം. 1.5 പേജ് വരെ നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതാം. അപ്പം അത്രയൊക്കെ എഴുതാൻ കാണുമോ എന്ന് ചോദിക്കും. നിങ്ങൾ എഴുതി വരുമ്പോൾ എന്തായാലും അത്രയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം 3/4 പേജ് മുതൽ 1.5 പേജ് വരെയാണ് അതിൻ്റെ ആപ്റ്റായിട്ടുള്ളൊരു സൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടുന്ന ടോപ്പിക്സിലൊന്നാണ് പോയംസ്. നമ്മുടെ ടെക്സ്റ്റിൽ എല്ലാ യൂണിറ്റിലും ലാസ്റ്റ് യൂണിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ യൂണിറ്റിലും പോയംസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ പോയംസ് എല്ലാം വായിച്ച് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൽ നിന്ന് മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കുക, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക എന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റ് പേജാണ്. ഇതിൽ ഫസ്റ്റ് യൂണിറ്റിലുള്ള പോയം ഇഫ് എന്നുള്ള പോയമാണ് റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ. സെക്കൻഡ് പോയം എന്ന് പറയുന്നത് ഡെത്ത് ദ ലെവലർ, ജെയിംസ് ഷേർലി. തേർഡ് പോയം സൺറൈസ് ഓൺ ദ ഹിൽസ്, HW ലോങ്ഫെല്ലോ. ദെൻ ഫോർത്ത് പോയം ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്, ബെഞ്ചമിൻ പെക്ക് കെയ്ത്ത്. ദെൻ ഫിഫ്ത്ത് പോയം ടു സ്ലീപ്പ്, ഇറ്റ് ഈസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. അങ്ങനെ 5 പോയംസാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളത്. ഈ 5 പോയംസും മാക്സിമം വായിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വായിച്ച് വെക്കുക ഇൻ ദ സെൻസ് ഇതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പോയത്തിൽ നിന്ന് 2 വരി എടുത്ത് തന്നിട്ട് ഇതിൻ്റെ മീനിങ് എന്താണ്, ഒരു 4 മാർക്കിൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു 3/4 പേജോളമൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 1 പേജൊക്കെ എഴുതുക കേട്ടോ. 1 പേജൊക്കെ എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 1 പേജൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ഞാനിതുപോലെ ഈ പറഞ്ഞതുപോലെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വരി എടുത്ത് തന്നിട്ട് അതിൽ നിന്ന് 2 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, 2 ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും നിങ്ങൾ പോയറ്റിക് ഡിവൈസസ് പഠിക്കണം. ഓരോ പോയത്തിലും ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. പിന്നീട് ഓരോ പോയത്തിൻ്റെയും ലൈൻ ബൈ ലൈൻ മലയാളം സമ്മറി അറിയാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് ആക്കി എഴുതിയാൽ മതിയല്ലോ അല്ലേ. മദർ ടങ് ആ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമെങ്കിലും മലയാളത്തിൽ പഠിച്ചേക്കുക, എന്നിട്ട് അത് ഇംഗ്ലീഷിലേക്ക് എഴുതുക. പിന്നെ ഇത് എങ്ങനെ എഴുതണമെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒക്കെ ചോദിക്കുമ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പറയുന്നില്ലേ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിറ്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതുക. ഈ പോയിറ്റിൻ്റെ ലൈൻ എന്താണോ, ലൈനിൽ ഉദ്ദേശിച്ചിരിക്കുന്ന മീനിങ് എന്താണോ അത് പറയുക. പിന്നീട് ജനറൽ ആയിട്ടൊരു കൺക്ലൂഷൻ എഴുതുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇന്ന പോയറ്റിക് ഡിവൈസസ് ഈ പോയത്തിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എഴുതാം. പിന്നെ തന്നിരിക്കുന്ന ലൈൻസിൽ ഏതെങ്കിലും പോയറ്റിക് ഡിവൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മെറ്റഫർ ഇസ് യൂസ്ഡ് ഹിയർ ആൻഡ് ഇറ്റ് ആഡ്സ് ബ്യൂട്ടി ടു ദ പോയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. ഒക്കെ നമ്മുടെ ഒരു ഇമാജിനേഷനാണ്. ഇതൊക്കെ ചെറിയ ചെറിയ പൊടിക്കൈകളാണ്. അപ്പോൾ നമ്മുടെ ആൻസറിനെ ഒന്ന് വലുതാക്കാനും ബ്യൂട്ടിഫുൾ ആക്കാനും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് നോക്കാം. ഇത് മാർച്ച് 2020 അതായത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ ക്വസ്റ്റ്യനാണിത്. കഴിഞ്ഞ പ്രാവശ്യമല്ല, ഇപ്രാവശ്യം എഴുതിയ ക്വസ്റ്റ്യനാണ്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ദെയർ എവർ എ സീൻ സോ ഓഫുൾ ഗ്രാൻഡ്, വാട്ട് വാസ് ദ ഓഫുള്ളി ഗ്രാൻഡ് സീൻ ദാറ്റ് ദ നറേറ്റർ മെൻഷൻസ് ഇൻ ദ പോയം റക്ക് ഓഫ് ദ ടൈറ്റാനിക്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഡസ് റുഡ്യാർഡ് കിപ്ലിംഗ് സേ എബൌട്ട് വൺസ് ആറ്റിറ്റ്യൂഡ് ടു സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ ഹിസ് പോയം ഇഫ്. കണ്ടില്ലേ? അപ്പം ഇതൊക്കെ ആ പോയം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിനായിരുന്നു. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. HW ലോങ്ഫെല്ലോ പിക്ചറൈസസ് ദ ബ്യൂട്ടി ഓഫ് ഹിൽസ് ആൻഡ് വാലീസ് ബാത്hed ഇൻ ദ ഗ്ലോറിയസ് ലൈറ്റ് ഓഫ് സൺ ഇൻ ഹിസ് പോയം സൺറൈസ് ഓൺ ദ ഹിൽസ്. ഡിസ്ക്രൈബ് ദ ബ്യൂട്ടി ഓഫ് ദ ഹിൽസ് ആൻഡ് വാലീസ് പ്രസൻറ്റഡ് ഇൻ ദ പോയം. അപ്പോൾ ആ ഒരു ആ സ്ഥലത്തിൻ്റെ ബ്യൂട്ടിയും ആ വാലിയുടെയും അതുപോലെ ഹില്ലിൻ്റെയൊക്കെ ബ്യൂട്ടി പോയറ്റ് എങ്ങനെയാണ്
പോയത്തിലൂടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിട്ടിക്കൽ അപ്രീസിയേഷനകത്ത് നമ്മൾ പറയുന്നുണ്ടാവുമല്ലോ, ഒരു സമ്മറി പറയുന്നില്ലേ, ആ സമ്മറി അതുപോലെ എടുത്ത് എഴുതി വെച്ചാൽ മതി. നമ്മൾ ഈ പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചെയ്തിട്ടില്ല, ക്ലാസ്സും ചെയ്തിട്ടില്ല, നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും ക്രിട്ടിക്കൽ അപ്രീസിയേഷനും അതുപോലെ ക്രിട്ടിക്കൽ സമ്മറി വരുമല്ലോ, അത് ജസ്റ്റ് ആ ബ്യൂട്ടി എങ്ങനെയാണോ പോയറ്റ് മെൻഷൻ ചെയ്യുന്നത് അതിനെപ്പറ്റി എഴുതണം. ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആദ്യം പറഞ്ഞത് 2 മാർക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ അതൊരു 2 മാർക്കിനെന്ന് പറയുമ്പോൾ എത്ര സെൻറ്റൻസ് എഴുതാമെന്ന് ചോദിച്ചാൽ ഒരു ഹാഫ് പേജ് എന്ന് പറയുമ്പോൾ ഒരു 4 സെൻറ്റൻസ് ഒക്കെ വരും അല്ലേ, അത്രയൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ വന്നിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ 1 പേജ് എങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 1 പേജ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക, 1 മുതൽ 1.5 പേജ് വരെയൊക്കെ. അപ്പോൾ 1 പേജ് മാക്സിമം മിനിമം 1 പേജെങ്കിലും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ അല്ല, മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ടു സ്ലീപ്പ് എന്നുള്ള പോയത്തിൽ നിന്ന് 2 ലൈൻസ് എടുത്ത് തന്നേക്കാണ്. കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. ഈ ലൈൻസിലൂടെ എന്താണ് പോയറ്റ് ഉദ്ദേശിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 2 മാർക്കിനാണ് ടു സ്ലീപ്പ് എന്നുള്ള പോയത്തിൽ നിന്ന്. പിന്നീടുള്ളൊരു ക്വസ്റ്റ്യൻ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ള പോയത്തിൽ നിന്നാണ്. Go to the woods and hills, no tears, dim the sweet look that nature wears. What was the sweet look that had captured H.W. Longfellow's attention? Write a paragraph on the use of imagery in the poem. So ഈ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറിയെ പറ്റിയിട്ട് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 2 ലൈൻസ് തന്നിട്ടുണ്ട്, അത് എലാബറേറ്റ് ചെയ്ത് എഴുതുക. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോയറ്റിനെ പറ്റിയിട്ടൊരു പോയത്തെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഈ പോയത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി, ഈ ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ വേണം. പോയറ്റിക് ഡിവൈസസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അങ്ങനെ 1 പേജ് എഴുതണം. ഓക്കെ, 1 പേജിൽ കൂടാം, 1 പേജ് മിനിമം എഴുതിയിരിക്കണം. പിന്നെ വന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യനാണ് പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ഹെൽപ്ലെസ്നെസ് ഓഫ് മാൻ ആസ് പോർട്രേഡ് ഇൻ ദ പോയം ഡെത്ത് ദ ലെവലർ. ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയത്തിൽ മനുഷ്യൻ്റെ നിസ്സഹായത അത് എങ്ങനെയാണ് പോയറ്റ് വിവരിച്ചിരിക്കുന്നതെന്ന് എഴുതണം. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 6 മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര പേജ് വേണം? 2 പേജെങ്കിലും, 2.5 പേജെങ്കിലും, 2 പേജ് മിനിമം ഒരു 2.5 പേജെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയത്തിൽ നിന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2019 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് കമൻറ്റ് ഓൺ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം. ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഇത് ഏത് പോയത്തിൽ നിന്നുള്ളതാണ് എന്ന് പോലും പറയുന്നില്ല. ഔട്ട് ഓഫ് ദ സദാംപ്ടൺ ഷീ സ്വങ് with the stream, a poem of iron and steel, a sea dream, and thousands on shore watched her steaming away, the largest and grandest of all ships of that day. So പോയം വായിക്കാത്ത ഒരാൾക്ക് ഇത് എവിടെ നിന്നുള്ളതാണെന്ന് മനസ്സിലാവില്ല. ഇതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഊഹിച്ചെടുക്കാം. ഷിപ്പൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് റെക്ക് ഓഫ് ദ ടൈറ്റാനിക് ആണ് എന്ന് വേണമെങ്കിൽ ഒന്ന് ഊഹിക്കാം. അത് കറക്റ്റാണ്, റെക്ക് ഓഫ് ദ ടൈറ്റാനിക് തന്നെയാണ്. അപ്പോൾ പോയം വായിച്ച് അർത്ഥം മനസ്സിലാക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ നിങ്ങളപ്പോൾ ഈ പോയത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല, ടൈറ്റിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആ ടൈറ്റിൽ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അവിടെയൊക്കെയാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഈ പോയം പഠിപ്പിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പം ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇലാബറേറ്റ് ദ ഐഡിയ ഓഫ് ദ ഫോളോയിങ് ലൈൻസ്. ദ ഗാർലൻഡ്സ് വിതർ ഓൺ യുവർ ബ്രോ, then boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. So ഈ ക്വസ്റ്റ്യൻ അതും മറ്റൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എവിടെ നിന്നുള്ള പോയമാണിത്, ഏത് പോയമാണിത് എന്നൊന്നും പറയുന്നില്ല. അപ്പം ഈ പോയം ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയമാണ്. അപ്പം ഇതിൽ ഡെത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്ന് ഗസ് ചെയ്യാം, പക്ഷേ എന്നാലും ഗസ്സിങ് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് പോയം നന്നായിട്ട് പഠിക്കുക. അതുമാത്രമല്ല പോയത്തിൻ്റെ ടൈറ്റിൽ ഗസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, പോയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇതിൽ എന്താണ് ആ ഡെത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം ഇത് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറയുന്നു. ഇത് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. 6 മാർക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2.5 പേജെങ്കിലും എഴുതണം. 2 മുതൽ 2.5 വരെ, മിനിമം ഒരു 2 പേജ് 2.5 പേജ് വരെയൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക.
The poem Wreck of the Titanic describes the maiden voyage of the ship. Imagine that you are Captain Smith addressing the passengers on the board. Prepare an introductory speech welcoming the passengers and describing the features of the ship. അപ്പോൾ ആക്ച്വലി ഇത് നമ്മുടെ പോയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ പോയറ്റിക് ഡിവൈസസോ കോംപ്രിഹെൻഷനോ ഒന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ആ പോയത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻട്രൊഡക്ടറി സ്പീച്ചാണ് തയ്യാറാക്കേണ്ടത്. ഇൻട്രൊഡക്ടറി സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വന്നൊരു രീതി നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. റെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്നുള്ള പോയത്തിൽ നിന്ന് ഉള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇത് ജസ്റ്റ് എന്താണ് ജനറലായിട്ടാണ് എഴുതേണ്ടത്, ഈ ഷിപ്പിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തത് 2018 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെതായിരുന്നു. ഇത് 2019 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെയാണ്. ഇതിൽ 2 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം ഡെത്ത് ദ ലെവലർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. സ്കെപ്ചർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ and in the dust be equal made with the poor crooked scythe and spade. So how according to the poet does death become a leveler? നമ്മൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പറഞ്ഞപ്പോൾ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഡെത്ത് ദ ലെവലർ എന്നുള്ള ടൈറ്റിൽ എല്ലാം അറിയപ്പെട്ടത്, അല്ലെങ്കിൽ ആ പോയത്തിന് അങ്ങനെ ടൈറ്റിൽ വന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതൊന്ന് കേട്ട് നോക്കാം. പിന്നെ ഫിഗർ ഓഫ് സ്പീച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ലൈൻസിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിന്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, അപ്പോൾ 2നും കൂടി 4 മാർക്ക്. Elaborate the idea conveyed by the poet in the lines given below. If you can force your heart and nerve and sinew to serve your turn long after they are gone, and so hold on when there is nothing in you except the will which says to them hold on. So ഈ ഒരു ലൈൻസ് എടുത്തിട്ടുള്ളത് ഏത് പോയത്തിൽ നിന്നുള്ളതാണെന്നാണ്. ഇത് ഇഫ് എന്നുള്ള പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ലൈൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ലൈൻസിൽ പറഞ്ഞിരിക്കുന്ന ഐഡിയാസ് ഇലാബറേറ്റ് ചെയ്ത് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലൈൻസ് പേരൊന്നും പറഞ്ഞിട്ടില്ല ഏത് പോയത്തിൽ നിന്നുള്ളതാണെന്ന്, ഇഫിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഇഫിൻ്റെ പേരും ഒക്കെ എഴുതിയിട്ട് വേണം ഈ പോയത്തിൻ്റെ ലൈൻസ് ഇലാബറേറ്റ് ചെയ്ത് ഐഡിയാസ് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് മാർച്ച് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് മെയിൻ എക്സാമിൻ്റെ. ഇതിൽ ആദ്യത്തേത് ടൈറ്റാനിക് റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്നുള്ള പോയത്തിൽ നിന്നുള്ള ഒരു 4 ലൈൻസ് എടുത്ത് തന്നിട്ട് അതിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വൈ ഇസ് ഇറ്റ് സെഡ് ദാറ്റ് ദ ടൈറ്റാനിക് സ്റ്റോറി ഷോൾ സൗണ്ട് സബ്ലൈം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂസ് കറേജ് ഇസ് മെൻഷൻഡ് ഹിയർ. അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നീട് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ള പോയത്തിൽ നിന്ന് കുറച്ച് ലൈൻസ് എടുത്ത് തന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്നതുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, ഡു യു എഗ്രി, റൈറ്റ് യുവർ കമൻറ്റ്സ് ഇൻ എ പാരഗ്രാഫ് ഓഫ് 75 വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നീട് ടു സ്ലീപ്പ് എന്നുള്ള പോയത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വില്യം വേർഡ്സ്വർത്ത് സ്പീക്സ് അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് സ്റ്റേയിങ് സ്ലീപ്ലെസ് അറ്റ് നൈറ്റ്. ഗിവ് 5 സജഷൻസ് ഫോർ എ സൗണ്ട് സ്ലീപ്പ്. അപ്പം ഇത് ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്ലീപ്പിനെ സംബന്ധിച്ച് സ്ലീപ്ലെസ് നൈറ്റിനെ പറ്റിയിട്ട് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 5 സജഷൻ പറയാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് സ്ലീപ്പിന് വേണ്ടി, നല്ല ഉറക്കത്തിന് വേണ്ടിയിട്ട് 5 സജഷൻസ് നിങ്ങൾ പറയാനായിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻ ആണ്, പോയത്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡെത്ത് ദ ലെവലർ എന്നുള്ള പോയത്തിനെ ബേസ് ചെയ്തിട്ട് വാർ ഹീറോയിസത്തിനെ പറ്റിയിട്ട്. വാർ ക്രിയേറ്റ്സ് വോസ് നോട്ട് ഹീറോസ്. വാർ എപ്പോഴും എനിമീസിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഹീറോസിനെ അല്ല എന്നതിനെ പറ്റിയിട്ട് ഹിരോഷിമ ഡേയോടനുബന്ധിച്ച് നിങ്ങൾ സ്പീച്ച് തയ്യാറാക്കാനായിട്ടാണ്. ഇതിപ്പം ഈ 2 ക്വസ്റ്റ്യൻസും ജനറലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയൊക്കെയാണ് നമ്മുടെ പോയത്തിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു മഴയുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ക്ഷമിക്കുക. ഇനി നമുക്ക് അടുത്ത ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. സാധാരണ ഗ്രാമർ പഠിക്കുന്നതിനെ പറ്റിയിട്ട് കുട്ടികൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഇംഗ്ലീഷ് ഒന്ന് ജയിച്ചാൽ മതി, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാമറിൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് നിൽക്കരുത്. ഗ്രാമർ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രാമറിനെ പറ്റി നോക്കി നിങ്ങൾ സങ്കടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എഡിറ്റിംഗ് സെഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രാമർ പോർഷൻസോ ഒക്കെ ആണെങ്കിൽ പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യാനുള്ളതോ ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പം എത്ര പഠിച്ചാലും നമുക്ക് തെറ്റിപ്പോവും. അതേസമയം റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊരു സെഷൻ നിങ്ങൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻസ് വരും. എല്ലാ മേഖലയും നമ്മൾ കുറച്ച് നന്നായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രാമറിൽ നിങ്ങൾ പഠിക്കേണ്ടതുമായൊരു ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് അതൊക്കെ ഒന്ന് ആ എക്സസൈസസ് ഒക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ട്രാവൽ എസ്സേ. ട്രാവൽ എസ്സേയും ചോദിച്ച് കണ്ടിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ട്രാവൽ എസ്സേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ജനറലായിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ജനറലായിട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യം വളരെ എളുപ്പമാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊരു എസ്സേ പഠിച്ചു വയ്ക്കുക, തെറ്റൊന്നും ഇല്ലാതെ പഠിച്ചു വയ്ക്കുക, അത് എഴുതുക. അപ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് കഴിഞ്ഞ എക്സാം നടന്നില്ലേ 2020 മാർച്ചിൽ, ആ എക്സാമിൽ വന്ന ക്വസ്റ്റ്യനാണ്. തിങ്ക് ഓഫ് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് ആൻഡ് പ്രിപ്പയർ എ ട്രാവൽ എസ്സേ ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ്. 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഫിസിക്കൽ ഫീച്ചേഴ്സ്, കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷണൽ വാല്യൂ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, പേഴ്സണൽ ഇംപ്രഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിൻഡ് തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ട്രാവൽ എസ്സേ എങ്ങനെ എഴുതാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നീട് 2018 മറ്റോ വീണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രാവൽ എസ്സേ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും സേഫാണ്. കാരണം ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അഥവാ പഠിക്കുന്നതുകൊണ്ട് വേസ്റ്റ് ഒന്നും അല്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതുകൊണ്ട് തന്നെ ഈ എക്സാമിന് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങളുടെ ട്രാവൽ എസ്സേ നല്ലൊരു ട്രാവൽ എസ്സേ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് സ്പീച്ചാണ്. സ്പീച്ച് എഴുതുക, അതിനെ പറ്റിയിട്ട് കുറേ അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മുടെ ലെസണുമായിട്ട് ബന്ധപ്പെടുത്തി 2 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഒരു സ്പീച്ച് എഴുതാമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊരു ഫോമാറ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിയൻസിനെ വിഷ് ചെയ്തിട്ടാണ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്ന കുറച്ച് സെൻറ്റൻസസ് ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സ്പീച്ച് എഴുതുമ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് മറ്റുള്ള ഇതിൽ നിന്ന് കോട്ട് ചെയ്ത് എഴുതുന്ന ഒരു രീതി. അത് ശരിയാണ്, അങ്ങനെ തന്നെ നിങ്ങൾ എഴുതുകയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടൊരു സ്പീച്ച് പറയുന്നു. ആ സമയത്ത് വേണമെങ്കിൽ ഗാന്ധിജി മനുഷ്യാവകാശത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പുറത്തുനിന്നുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തിട്ട് വേണം സ്പീച്ച് തയ്യാറാക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നിരവധി സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ. അപ്പോൾ ഈ സ്പീച്ചിൻ്റെ ഇനി ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൾറെഡി വീഡിയോ ലെങ്തി ആണെന്നൊരു പരാതിയുണ്ട് എൻ്റെ വീഡിയോസ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതർവൈസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇഷ്ടംപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്പീച്ചിനെ പറ്റിയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്പീച്ചിന് വേണ്ടത് എന്നുകൂടി ഒന്ന് നോക്കുക. ഇതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തീരുന്നില്ല കേട്ടോ. കാരണം ഇത് 5 ക്വസ്റ്റ്യൻസ് മാത്രമൊന്നും അല്ല റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. റിപ്പോർട്ട് റൈറ്റിംഗ്, അതുപോലെ ലെറ്റർ റൈറ്റിംഗ്, അങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഓൾറെഡി വീഡിയോ ലെങ്തി ആയാൽ കാണാനും ഒരു രസം ഉണ്ടാവില്ല. പഠിക്കാനുള്ള കാര്യം ഒത്തിരി ലെങ്തി ആകുമ്പോൾ നമുക്ക് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അത്യാവശ്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്.